ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓണം എത്താറായി. നമുക്കിന്ന് ഓണത്തെക്കുറിച്ച് നോക്കിയാലോ? ഓണത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഒപ്പം ഓണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ക്ലാസ്സിൻ്റെ നോട്ട് റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടെ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഇത് വാർഷിക ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് വരുന്നത്. ഓണാഘോഷത്തിൻ്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു. കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ നിന്നും സംക്രമിച്ചതാണെന്നാണ് വിദഗ്ധമതം. AD 8 വരെ ദ്രാവിഡദേശം പല നിലയിൽ സമാനവുമായിരുന്നു. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയാണത്. വാമന വിജയത്തെ അടിസ്ഥാനമാക്കി ഇത് ക്ഷേത്ര ഉത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഗാർഹികോത്സവമായി മാറി. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനെയാണ് ആരാധിക്കുന്നത്. ഒരുപക്ഷെ വാമനൻ മഹാബലിക്ക് മേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വച്ചാവാം. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ എവിടെയും പറയുന്നില്ല. ഭാഗവത പുരാണത്തിലാണ് ബലിയുടെ കഥയുള്ളത്. അതിൽ സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയും മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ദ്വാരകപാലകനായി നിന്നു എന്നുമാണ് കഥ. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപേ തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടത്തിയിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. തിരുമാൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി 590 മുതലുള്ള അടികളിൽ പറയുന്നു. പിന്നീട് കാർഷികവും വാണിജ്യവുമായി അത് മാറി. കർക്കടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണമായി. കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിൻ്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം. ഓണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയുണ്ടായി. ഇനി ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവേതാണ്? ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവേതാണ്? ഉത്തരം കാശിത്തുമ്പ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷമേത്? ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷമേത്? ഉത്തരം 1961. രണ്ടാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? രണ്ടാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം അമ്മായി ഓണം. ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു.
ഓണപ്പാട്ടുകാർ എന്ന കവിത ആരാണ് എഴുതിയത്? ഓണപ്പാട്ടുകാർ എന്ന കവിത ആരാണ് എഴുതിയത്? ഉത്തരം വൈലോപ്പള്ളി ശ്രീധര മേനോൻ. മഹാബലിയുടെ പിതാവിൻ്റെ പേര്. മഹാബലിയുടെ പിതാവിൻ്റെ പേര് വിരോചനൻ. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം കുഗ്രാമം. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. നാലാം ഓണം ഏത് മഹാന്റെ ജന്മദിനമാണ്? നാലാം ഓണം ഏത് മഹാന്റെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ഇന്ദ്രസേനൻ. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദ്രവിഴ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏത് നാളിലാണിത്? അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണിത്? ഉത്തരം മൂലം നാൾ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ്? മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം വിന്ധ്യാവലി. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്തരം ഉത്രാടം. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്? വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? ഉത്തരം അസുരഗുരു ശുക്രാചാര്യൻ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ കാവ്യശകലം ആരുടേതാണ്? ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ചുള്ള ഈ കാവ്യശകലം ആരുടേതാണ്? ഉത്തരം ചങ്ങമ്പുഴ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. ഏത് നാൾ മുതൽ ആണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതിനാൾ മുതൽ. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? ഉത്തരം കശ്യപൻ. വാമനൻ്റെ അമ്മ ആരാണ്? വാമനൻ്റെ അമ്മ ആരാണ്? ഉത്തരം അതിഥി. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5ാമത്തെ. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? ഉത്തരം 8ാം സ്കന്ധം.
മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? ഉത്തരം ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഉത്തരം ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. ഏത് നാൾ ആണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഉത്തരം ഉത്രാടനാൾ. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്? ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന നാട്? ഉത്തരം ഓണാട്ടുകര, ആലപ്പുഴ. മാവേലിയെ ഊട്ടിയ നാട്, ഓണത്തിൻ്റെ നാട് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന നാട് ഏത്? മാവേലിയെ ഊട്ടിയ നാട്, ഓണത്തിൻ്റെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നാട് ഏത്? ഉത്തരം ഓണാട്ടുകര. എന്താണ് 28-ാം ഓണം? എന്താണ് 28-ാം ഓണം? ഉത്തരം ചിങ്ങത്തിലെ തിരുവോണത്തിന് ശേഷം 28-ാമത്തെ ദിവസമാണിത്. കന്നുകാലികൾക്കായി നടത്തുന്ന ഓണമാണിത്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ദിവസമാണിത്. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മച്ചാട്ടിളയത്. വാമനന് ചവിട്ടിത്താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലമേത്? വാമനന് ചവിട്ടിത്താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലമേത്? ഉത്തരം ഓണാട്ടുകര. ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓടനാട്. ഓണത്തിൻ്റെ എത്രാമത്തെ ദിവസമാണ് പുലികളി നടക്കുന്നത്? ഓണത്തിൻ്റെ എത്രാമത്തെ ദിവസമാണ് പുലികളി നടക്കുന്നത്? ഉത്തരം 3-ാമത്തെ ദിവസം. ഓണവുമായി ബന്ധപ്പെട്ട പുലികളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഓണവുമായി ബന്ധപ്പെട്ട പുലികളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഉത്തരം തൃശ്ശൂർ. ഓണത്തിൻ്റെ 5-ാമത്തെ ദിവസം ഏതാണ്? ഓണത്തിൻ്റെ 5-ാമത്തെ ദിവസം ഏതാണ്? ഉത്തരം അനിഴം. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളം കളി ഏത്? ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളം കളി ഏത്? ഉത്തരം ആറന്മുള വള്ളം കളി. എന്തിനു വേണ്ടിയാണ് ആളുകൾ ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമൊക്കെ ഒരുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആളുകൾ ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമൊക്കെ ഒരുക്കുന്നത്? ഉത്തരം മാവേലിയുടെ സമ്പൽ സമൃദ്ധമായ ഭരണം ഓർക്കുവാൻ വേണ്ടി. ദൈവത്തോട് ഉപമിച്ച് മണ്ണുകൊണ്ട് ഒരുക്കുന്ന രൂപം ഏത്? ദൈവത്തോട് ഉപമിച്ച് മണ്ണുകൊണ്ട് ഒരുക്കുന്ന രൂപം ഏത്? ഉത്തരം തൃക്കാക്കരയപ്പൻ. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങമാസത്തിൽ. ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏത്? ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏത്? ഉത്തരം വാഴപ്പഴം. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ഏത്? ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ഏത്? ഉത്തരം തിരുവാതിരക്കളി. ഓണവുമായി ബന്ധപ്പെട്ട അമ്പലം ഏത്? ഓണവുമായി ബന്ധപ്പെട്ട അമ്പലം ഏത്? ഉത്തരം വാമനമൂർത്തി അമ്പലം അല്ലെങ്കിൽ തൃക്കാക്കര അമ്പലം.
ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തറ. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? ഉത്തരം പ്രഹ്ലാദൻ. ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആര്? ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആര്? ഉത്തരം മഹാബലി. ഓണപ്പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂവേത്? ഓണപ്പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് ഏത്? ഉത്തരം തുമ്പപ്പൂവ്. ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ആര്? ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ആര്? ഉത്തരം വിഷ്ണു. വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തെ എന്താണ് വിളിക്കുന്നത്? വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ചുണ്ടൻ വള്ളം. എന്താണ് തുമ്പിത്തുള്ളൽ? എന്താണ് തുമ്പിത്തുള്ളൽ? ഉത്തരം പരമ്പരാഗത നാടോടി നൃത്തം. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏത്? കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏത്? ഉത്തരം മിസോറാം. ഓണത്ത് നാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമേത്? ഓണത്ത് നാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമേത്? ഉത്തരം കായംകുളം. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമേത്? വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമേത്? ഉത്തരം തൃക്കാക്കര. വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന് അർത്ഥം വരുന്ന സ്ഥലമേത്? വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന് അർത്ഥം വരുന്ന സ്ഥലം ഏത്? ഉത്തരം തൃക്കാക്കര അല്ലെങ്കിൽ തൃക്കാൽക്കര. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഉത്തരം ഋഗ്വേദം. മലബാറിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏത്? മലബാറിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏത്? ഉത്തരം ഓണപ്പൊട്ടൻ. എത്രാമത്തെ ഓണമാണ് കാടിയോണം എന്നറിയപ്പെടുന്നത്? എത്രാമത്തെ ഓണമാണ് കാടിയോണം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം 6ാമത്തെ. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഏത് പദം ലോപിച്ചാണ് ഓണം എന്ന പദം ഉണ്ടായത്? ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഏത് പദം ലോപിച്ചാണ് ഓണം എന്ന പദം ഉണ്ടായത്? ഉത്തരം ശ്രാവണം. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം നിറത്തിലുള്ള പൂക്കൾ ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം നിറത്തിലുള്ള പൂക്കൾ ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഉത്തരം ചുവപ്പ്. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിത്തുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏത്? ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിത്തുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏത്? ഉത്തരം കൊല്ലം. ചിങ്ങം 1 ദിനമായി ആഘോഷിക്കുന്നു? ചിങ്ങം 1 ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഉത്തരം മഹാബലി. ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത്? ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത്? ഉത്തരം തൃക്കാക്കര. തൃക്കാക്കര എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം? തൃക്കാക്കര എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം? ഉത്തരം വാമനൻ്റെ പാദമുദ്രയുള്ള സ്ഥലം. മഹാബലിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? മഹാബലിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം തൃക്കാക്കര. തൃക്കാക്കരയുടെ പഴയ പേര് എന്താണ്? തൃക്കാക്കരയുടെ പഴയ പേര് എന്താണ്? കാൽക്കര നാട്.
ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീട്ടുമുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് തൃക്കാക്കരയപ്പനെ തൂശനിലയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ഏത്? ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീട്ടുമുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് തൃക്കാക്കരയപ്പനെ തൂശനിലയിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് ഏത്? ഉത്തരം ഓണം കൊള്ളുക. തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള എന്താണ്? തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള എന്താണ്? ഉത്തരം മാതേവർ. വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? ഉത്തരം പരശുരാമൻ. രണ്ടാം ചേര സാമ്രാജ്യകാലത്ത് തൃക്കാക്കരയപ്പനെ വിളിച്ചിരുന്ന പേരെന്താണ്? രണ്ടാം ചേര സാമ്രാജ്യകാലത്ത് തൃക്കാക്കരയപ്പനെ വിളിച്ചിരുന്ന പേര് എന്താണ്? ഉത്തരം തിരുകാൽക്കരൽ പട്ടാരകൻ. കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിൽ എത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം എന്താണ്? കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം എന്താണ്? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ആരൊക്കെ ചേർന്നാണ് അത്തച്ചമയം ഘോഷയാത്ര നടത്തിയിരുന്നത്? ആരൊക്കെ ചേർന്നാണ് അത്തച്ചമയം ഘോഷയാത്ര നടത്തിയിരുന്നത്? ഉത്തരം കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും. ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നാളിൽ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നടത്തുന്ന ആഘോഷം ഏത്? ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നടത്തുന്ന ആഘോഷം ഏത്? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ഇന്ദ്രവിഴ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്ദ്രവിഴ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇന്ദ്രൻ്റെ വിജയം. വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ്. ആരുടേതാണ്? വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ്. ആരുടേതാണ്? ഉത്തരം ശ്രീകൃഷ്ണൻ്റെ. ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത്? ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം കൃഷ്ണഗാഥ. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത്? ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത്? ഉത്തരം കറുക. ശ്രാവണം എന്ന വാക്ക് ലോപിച്ച് ഓണമായി എന്നത് ഏത് സങ്കല്പ പ്രകാരമാണ്? ശ്രാവണം എന്ന വാക്ക് ലോപിച്ച് ഓണമായി എന്നത് ഏത് സങ്കല്പ പ്രകാരമാണ്? ഉത്തരം ബുദ്ധസങ്കല്പം. അവിട്ടം നാളിൽ നടക്കുന്ന വിനോദം ഏത്? അവിട്ടം നാളിൽ നടക്കുന്ന വിനോദം ഏത്? ഉത്തരം അവിട്ടത്തല്ല്. എന്നാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? എന്നാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? ഉത്തരം കർക്കിടക മാസത്തിലെ തിരുവോണ നാളിൽ. മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ രണ്ടാം ഓണം അറിയപ്പെടുന്നത് ഏതു പേരിൽ? മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ രണ്ടാം ഓണം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം അമ്മായി ഓണം. കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ഇത് ആരുടെ വരികളാണ്? കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം ഒളപ്പമണ്ണ. ഓണവിജ്ഞാനകോശം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓണവിജ്ഞാനകോശം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ പി കർത്ത. എരിവ്, പുളി, ഉപ്പ്, മധുരം ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത്? എരിവ്, പുളി, ഉപ്പ്, മധുരം ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത്? ഉത്തരം ഓലൻ. ഓണത്തിന് ശേഷമുള്ള ചിങ്ങമാസത്തിലെ ബാക്കി ദിവസങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
ഓണത്തിന് ശേഷമുള്ള ചിങ്ങമാസത്തിലെ ബാക്കി ദിവസങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പൂക്കുചിങ്ങ. പൂക്കൾ ശേഖരിക്കുവാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന പൂക്കുട്ടയുടെ മറ്റൊരു പേര്. പൂക്കൾ ശേഖരിക്കുവാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന പൂക്കുട്ടയുടെ മറ്റൊരു പേര്. ഉത്തരം പൂവട്ടക അല്ലെങ്കിൽ പൂവട്ടി. ഓണക്കോടിയായി കുട്ടികൾക്ക് നൽകിയിരുന്നത് ഏത് നിറത്തിലുള്ള വസ്ത്രമാണ്? ഓണക്കോടിയായി കുട്ടികൾക്ക് നൽകിയിരുന്നത് ഏത് നിറത്തിലുള്ള വസ്ത്രമാണ്? ഉത്തരം മഞ്ഞ വസ്ത്രം. തിരുവോണം മലബാറിൽ ആണ്ടുപിറവി ആണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോഗന്റെ കൃതി ഏത്? തിരുവോണം മലബാറിൽ ആണ്ടുപിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോഗന്റെ കൃതി ഏത്? ഉത്തരം മലബാർ മാനുവൽ. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ശേഷം കൊച്ചി രാജാവ് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന നാണയമേത്? അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ശേഷം കൊച്ചി രാജാവ് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന നാണയം ഏത്? ഉത്തരം സർവാണി പുത്തൻ. പണ്ട് അടിയാന്മാർ ജന്മിമാർക്ക് ഓണനാളിൽ നൽകിയിരുന്ന കാഴ്ചദ്രവ്യം അറിയപ്പെട്ടിരുന്ന പേര്. പണ്ട് അടിയാന്മാർ ജന്മിമാർക്ക് ഓണനാളിൽ നൽകിയിരുന്ന കാഴ്ചദ്രവ്യം അറിയപ്പെടുന്ന പേര്. ഉത്തരം ഓണക്കാഴ്ച. പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ദേശം അറിയിക്കൽ. കർക്കടക മാസത്തിലെ തിരുവോണം അറിയപ്പെടുന്നത് എങ്ങനെ? കർക്കടക മാസത്തിലെ തിരുവോണം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം പിള്ളേരോണം. ഓണാഘോഷ ചടങ്ങുകൾ പ്രതിപാദിക്കുന്ന വെള്ളനശ്ശേരി വാസുണ്ണി മൂസിൻ്റെ കൃതി ഏത്? ഓണാഘോഷ ചടങ്ങുകൾ പ്രതിപാദിക്കുന്ന വെള്ളനശ്ശേരി വാസുണ്ണി മൂസിൻ്റെ കൃതി ഏത്? ഉത്തരം ഓണവൃത്തം. ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചി ഓണച്ചോറെങ്ങനെയുണ്ണാൻ. ഇത് ആരുടെ വരികൾ? ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചി ഓണച്ചോറെങ്ങനെയുണ്ണാൻ. ഇത് ആരുടെ വരികൾ? ഉത്തരം NV കൃഷ്ണവാര്യർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്ന് ഒരുക്കുന്ന കാഴ്ചക്കുലകൾക്ക് പറയുന്ന പേര്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്ന് ഒരുക്കുന്ന കാഴ്ചക്കുലകൾക്ക് പറയുന്ന പേര്. ഉത്തരം ഉത്രാടക്കാഴ്ച. ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആര്? ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ഏറ്റുമാനൂർ സോമദാസൻ. രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത്? രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം തിരുവോണം. കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ മലയ സമുദായക്കാർ കെട്ടുന്ന തെയ്യത്തിന് പറയുന്ന പേരെന്ത്? കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ മലയ സമുദായക്കാർ കെട്ടുന്ന തെയ്യത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഓണപ്പൊട്ടൻ. തൃക്കാക്കര ക്ഷേത്രം ഏത് ജില്ലയിലാണ്? തൃക്കാക്കര ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. വാമനൻ മഹാബലിയെ പാതാളത്തിൽ എവിടേക്കാണ് ചവിട്ടിത്താഴ്ത്തിയത്? വാമനൻ മഹാബലിയെ പാതാളത്തിൽ എവിടേക്കാണ് ചവിട്ടിത്താഴ്ത്തിയത്? ഉത്തരം രസാതലം. ഐതിഹ്യമനുസരിച്ച് മഹാബലി നർമ്മദ നദിയുടെ തീരത്ത് നടത്തിയ ദിവസങ്ങളോളം നീളുന്ന വിശ്വജിത്ത് യാഗത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഐതിഹ്യമനുസരിച്ച് മഹാബലി നർമ്മദ നദിയുടെ തീരത്ത് നടത്തിയ ദിവസങ്ങളോളം നീളുന്ന വിശ്വജിത്ത് യാഗത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഉത്തരം മഹാബലിയെ ആരും തോൽപ്പിക്കാതിരിക്കാൻ. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാബലിയെ പുനർജനിപ്പിച്ചത് ആരാണ്? ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാബലിയെ പുനർജനിപ്പിച്ചത് ആരാണ്? ഉത്തരം ശുക്രാചാര്യർ. മഹാബലിയുടെ യാഗവേദിയിൽ മുനികുമാരൻ്റെ വേഷത്തിൽ എത്തിയത് ആര്? മഹാബലിയുടെ യാഗവേദിയിൽ മുനികുമാരൻ്റെ വേഷത്തിൽ എത്തിയത് ആര്? ഉത്തരം വാമനൻ.
യജ്ഞനശാലയിൽ മുനികുമാരനായി എത്തിയ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? യജ്ഞനശാലയിൽ മുനികുമാരനായി എത്തിയ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം 3 അടി മണ്ണ്. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വാഴപ്പള്ളി ശാസനം ഏത് രാജാവിൻ്റെ കാലത്താണ് പുറപ്പെടുവിച്ചത്? ഓണത്തെപ്പറ്റി പരാമർശമുള്ള വാഴപ്പള്ളി ശാസനം ഏത് രാജാവിൻ്റെ കാലത്താണ് പുറപ്പെടുവിച്ചത്? ഉത്തരം സ്ഥാണുരവി. തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്നും ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടാണ് പോകുന്നത്? തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്ത് നിന്നും ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരം ആറന്മുള ക്ഷേത്രത്തിൽ. ഓണക്കാലത്ത് നടക്കുന്ന കായിക വിനോദമായ ഓണത്തല്ലിനെ നിയന്ത്രിക്കുന്നവരെ എന്താണ് വിളിക്കുന്നത്? ഓണക്കാലത്ത് നടക്കുന്ന കായിക വിനോദമായ ഓണത്തല്ലിനെ നിയന്ത്രിക്കുന്നവരെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ചേതന്മാർ. പണ്ട് അത്തച്ചമയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ കൊട്ടാരം നർത്തകിമാരുടെ നേതൃത്വത്തിൽ നൃത്തവും ഉണ്ടാകുമായിരുന്നു. ഈ നൃത്തത്തിൻ്റെ പേരെന്താണ്? പണ്ട് അത്തച്ചമയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ കൊട്ടാരം നർത്തകിമാരുടെ നേതൃത്വത്തിൽ നൃത്തവും ഉണ്ടാകുമായിരുന്നു. ഈ നൃത്തത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ദാസിയാട്ടം. തുമ്പി തുള്ളുമ്പോൾ ഉറയുന്ന സ്ത്രീകൾ അടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പൂവാരി എറിയാറുണ്ട്. ഈ ചടങ്ങിൻ്റെ പേരെന്താണ്? തുമ്പി തുള്ളുമ്പോൾ ഉറയുന്ന സ്ത്രീകൾ അടുത്തു കൂട്ടിയിട്ട പൂവാരി എറിയാറുണ്ട്. ഈ ചടങ്ങിൻ്റെ പേരെന്താണ്? ഉത്തരം പൂപ്പട വാരൽ. തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന കലാരൂപമാണിത്. കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏതാണ് ഈ കളി? തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന കലാരൂപമാണിത്. കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏതാണ് ഈ കളി? ഉത്തരം കുമ്മാട്ടിക്കളി. കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിരുന്ന രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കിയത് ഏത് വർഷമാണ്? കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിരുന്ന രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 1949. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഓണത്തിൻ്റെ വാൽ കഷ്ണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഓണത്തിൻ്റെ വാൽ കഷ്ണം എന്നറിയപ്പെടുന്നത് എന്താണ്? 16-ാം മകം. മഹാബലിയെപ്പോലെ ഒരു രാജാവ് AD 1-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നു. 1-ാം ചേര രാജവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. പതിറ്റുപത്ത് എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ രാജാവ് ആരാണ്? മഹാബലിയെപ്പോലെ ഒരു രാജാവ് AD 1-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നു. 1-ാം ചേര രാജവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. പതിറ്റുപത്ത് എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ രാജാവ് ആരാണ്? ഉത്തരം നെടും ചേരലാതൻ. ബലിതർപ്പണം എന്ന ഓണക്കവിത എഴുതിയത് ആരാണ്? ബലിതർപ്പണം എന്ന ഓണക്കവിത എഴുതിയത് ആരാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അവർക്കും ഓണമുണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? അവർക്കും ഓണമുണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം P. ഭാസ്കരൻ. സൃഷ്ടാവായ തനിക്ക് പകരം മഹാബലിയെ ആണല്ലോ കേരളീയർ ആരാധിക്കുന്നത് എന്ന രീതിയിലുള്ള പരശുരാമൻ്റെ ആത്മകഥ ബാലാമണിയമ്മ ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. ഏതാണ് ആ കവിത? സൃഷ്ടാവായ തനിക്ക് പകരം മഹാബലിയാണല്ലോ കേരളീയർ ആരാധിക്കുന്നത് എന്ന രീതിയിലുള്ള പരശുരാമൻ്റെ ആത്മകഥ ബാലാമണിയമ്മ ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. ഏതാണ് ആ കവിത? ഉത്തരം മഴുവിൻ്റെ കഥ. മഹാബലി വാണിരുന്ന നീളവേ നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിൽ കാണപ്പെടുന്ന പേര്?
മഹാബലി വാണിരുന്ന നീളവേ നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിൽ കാണപ്പെടുന്ന പേര്? ഉത്തരം ശോണിതപുരം. ആറാം ഓണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറാം ഓണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കാടിയോണം. മാവേലി നാടുവാണിടുംകാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഈ വരികൾ ഏത് പാട്ടിലേതാണ്? മാവേലി നാടുവാണിടുംകാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഈ വരികൾ ഏത് പാട്ടിലേതാണ്? ഉത്തരം മഹാബലി ചരിതം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള അസുരവിത്ത് എന്ന നോവൽ എഴുതിയത് ആര്? ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള അസുരവിത്ത് എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം MT വാസുദേവൻ. ഓണത്തിന് പാട്ട് എന്ന പ്രശസ്തമായ ഓണക്കവിതകൾ എഴുതിയത് ആരാണ്? ഓണത്തിന് പാട്ട് എന്ന പ്രശസ്തമായ ഓണക്കവിതകൾ എഴുതിയത് ആരാണ്? ഉത്തരം G കുമാരപിള്ള. മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയത് ആര്? മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം വയലാർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം ഏതാണ്? ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം ഏതാണ്? ഉത്തരം ചമ്പക്കുളം വള്ളംകളി. അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന ജലോത്സവം ഏത്? അവിട്ടം ചതയം എന്നീ ദിവസങ്ങൾ പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന ജലോത്സവം ഏത്? ഉത്തരം പായിപ്പാട്ട് വള്ളംകളി. ചിങ്ങമാസത്തിലെ ഏത് നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്? ചിങ്ങമാസത്തിലെ ഏത് നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്? ഉത്തരം ഉത്രട്ടാതി. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ആറന്മുള പമ്പയാറ്റിൽ. മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ചമ്പക്കുളം പമ്പാ നദിയിൽ. ചിങ്ങമാസത്തിലെ തിരുവോണനാൾ നടക്കുന്ന വള്ളംകളി ഏത്? ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന വള്ളംകളി ഏത്? ഉത്തരം നീരേറ്റുപുറം വള്ളംകളി. ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യം ഏത്? ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യം ഏത്? ഉത്തരം ഓണപ്പൊട്ടൻ. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടത്തുന്നത്? ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടത്തുന്നത്? ഉത്തരം പമ്പാ നദി. ഓണക്കാലത്തെ മത്സരിച്ചുള്ള ഊഞ്ഞാലാട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓണക്കാലത്തെ മത്സരിച്ചുള്ള ഊഞ്ഞാലാട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ആട്ടം പറക്കൽ. ഓണത്തുനാട് അല്ലെങ്കിൽ ഓടനാട് അല്ലെങ്കിൽ ഓണാട് എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? ഓണത്തുനാട് അല്ലെങ്കിൽ ഓടനാട് അല്ലെങ്കിൽ ഓണാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? ഉത്തരം കായംകുളം. ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏത്? ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏത്? ഉത്തരം ഓണവില്ല്. ഓണത്തോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും പങ്കെടുക്കുന്ന പന്തുകളി ഏത്? ഓണത്തോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും പങ്കെടുക്കുന്ന പന്തുകളി ഏത്? ഉത്തരം തലപ്പന്ത് കളി. ഒരു ചെറിയ യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന പഴയകാലത്തെ പ്രധാന ഓണക്കളികളിലൊന്ന് ഏത്? ഒരു ചെറിയ യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന പഴയകാലത്തെ പ്രധാന ഓണക്കളികളിലൊന്ന് ഏത്? ഉത്തരം ആട്ടക്കളം കുത്തൽ. ഓണക്കാലത്ത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്ന സമർപ്പണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓണക്കാലത്ത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്ന സമർപ്പണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓണക്കാഴ്ച. ഉത്രാട ദിവസം
പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത്? ഉത്രാട ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത്? ഉത്തരം ഉത്രാടപ്പാച്ചിൽ. ഓണത്തിൻ്റെ ആദ്യ ദിവസം പൂക്കളത്തിൽ ഏത് നിറമുള്ള പൂവാണ് ഇടുന്നത്? ഓണത്തിൻ്റെ ആദ്യ ദിവസം പൂക്കളത്തിൽ ഏത് നിറമുള്ള പൂവാണ് ഇടുന്നത്? ഉത്തരം മഞ്ഞ. ഓണക്കാലത്ത് തുമ്പച്ചെടി കൊണ്ട് മുഖം മറച്ച് കണ്ണടച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ചുറ്റും ഒരു കൂട്ടം സ്ത്രീകൾ ചെന്ന് പാട്ട് പാടി കളിക്കുന്ന വിനോദം ഏത്? ഓണക്കാലത്ത് തുമ്പച്ചെടി കൊണ്ട് മുഖം മറച്ച് കണ്ണടച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ചുറ്റും ഒരു കൂട്ടം സ്ത്രീകൾ ചെന്ന് പാട്ട് പാടി കളിക്കുന്ന വിനോദം ഏത്? ഉത്തരം തുമ്പിതുള്ളൽ. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന പൊയ്മുഖങ്ങൾ വച്ചുകൊണ്ടുള്ള കലാരൂപം ഏത്? തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന പൊയ്മുഖങ്ങൾ വച്ചുകൊണ്ടുള്ള കലാരൂപം ഏത്? ഉത്തരം കുമ്മാട്ടി. കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല ഏത്? കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, തുടർന്ന് വീഡിയോസ് കാണുക. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടേതുമായിട്ടുള്ള പൊന്നോണാശംസകൾ നേരുന്നു.